ഹരികുമാർ സാറിന്റെ ഒപ്പം എൻ്റെ ഒരു രണ്ടാമത് ചിത്രമാണ്. എൻ്റെ ആദ്യത്തെ സിനിമ സാറിൻ്റെ ഒപ്പം കാറ്റും മഴയും എന്നൊരു സിനിമയായിരുന്നു. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും നല്ല സിനിമയായിട്ടാണ് ഞാൻ ആ സിനിമയെ കാണുന്നത്. അപ്പോൾ സാറ് ക്ലിന്റ് എന്ന സിനിമയെ സമീപിക്കുന്ന സമയത്ത് അഗെയിൻ ഒരു വേഷത്തിന് വേണ്ടി എന്നെ കൺസിഡർ ചെയ്തു എന്ന് സാറിന്റെ ആ തോന്നൽ പോലെ തന്നെ അതൊരു പുരസ്കാരമായിട്ടാണ് കാണുന്നത്. ഇത്രയും നല്ല സിനിമ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയായിരിക്കും. നല്ലൊരു ടീമിന്റെ ഒപ്പം ഗോകുലം സാറിന്റെ ഒപ്പം എൻ്റെ ആദ്യത്തെ സിനിമയാണ്. എല്ലാവർക്കും ഈ ടീമിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു സിനിമയായിരിക്കും. ഞാൻ പല സിനിമകളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ, ഈ ഒരു ക്യാരക്ടർ എൻ്റെ കരിയറിൽ തന്നെ എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരിക്കും. ആൻഡ് മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. എൻ്റെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വേദിയിൽ നിന്ന് ഞാൻ പോകും. പക്ഷെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വന്നത് താങ്ക് യു. ചിന്നമ്മയും ജോസഫിനെയും കൂടുതൽ അറിയുമ്പോൾ നല്ല പേടിയുണ്ട്. ഒരു ആർട്ടിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഇത് നമ്മൾ എംപത്തൈസ് ചെയ്ത് ഇത് നമുക്ക് മനസ്സിലാവണല്ലോ. ഈ സെൽഫ്ലെസ്നെസ്സും ഇവരുടെ ഈ സ്നേഹവും അത് മനസ്സിലാക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ച് വല്ലാതെ ആയിപ്പോയി എന്ന് തന്നെ പറയണം. ശരിക്കും ആദ്യമായിട്ടാണ് ഒരു ബയോഗ്രഫിക്കൽ ക്യാരക്ടർ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ ഒരാളുടെ ഭാവനയിൽ ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ ഉൾക്കൊള്ളാൻ നോക്കുകയാണ്. ഇത് ശരിക്കുള്ള ആൾക്കാരാണെന്ന് അറിയുമ്പോ ഇതിന്റെ ഒരു റിയാലിറ്റിയിൽ നിന്ന് മാറി നിന്ന് ഇത് ചെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. സത്യം പറയുകയാണെങ്കിൽ വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു നിങ്ങളെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത്. ഹ്യൂജ് ഓണർ ഫോർ മീ. എന്റെ ഗുരുതുല്യരായ മധു സർ, NS മാധവൻ സർ, മധു അമ്പാട് സർ, ബിജു സർ, TV ചന്ദ്രൻ സർ, ലെനിൻ രാജേന്ദ്രൻ സർ, സിബി സർ, ഒരുപാട് പേരുണ്ട്. ആൻഡ് ഹരികുമാർ സർ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് റോൾ. ഐ ഹോപ്പ് എന്റെ കഴിവിനെ അനുസരിച്ച് എനിക്കിത് നന്നാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ചിലർ ജനിച്ച് വളരെ നാൾ ജീവിക്കുന്നു, മറ്റു ചിലര് വളരെ നാൾ ജീവിക്കുന്നില്ല. ചിലര് വളരെ നാൾ ജീവിച്ചു കഴിഞ്ഞാലും ആരും ഒന്നും അറിയുന്നില്ല, അവർ പോകുന്നു. മറ്റു ചിലര് വളരെ കുറച്ചു നാൾ ജീവിക്കുന്നു, അവർ മരിക്കുന്നില്ല. ക്ലിന്റ് മരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഈ സദസ് തന്നെ. ഈ സിനിമ എടുക്കാൻ ഇതിന്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും തോന്നിയത് തന്നെ, നാം ഒക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് തന്നെ. ക്ലിന്റിന്റെ അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നു. അവരുടെ മടയിൽ കുഞ്ഞിരിക്കുമ്പോ ക്ലിന്റ് മരിച്ചു എന്നൊക്കെ പറയാൻ സാധിക്കില്ല. ഇതിനു വേണ്ടി ഇത്രയും റിസർച്ച് ചെയ്യുകയും ഇത്രയും പഠിക്കുകയും ഒക്കെ ഹരികുമാർ ചെയ്തിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് അത് തന്നെ ഒരു വലിയ മഹത്തായ ഒരു പ്രവൃത്തിയാണ്. ഒരു വളരെ കുറച്ചുനാൾ ജീവിച്ചിരുന്ന ഒരു വലിയ കലാകാരന്റെ ജീവിതം പഠിക്കാൻ വേണ്ടി മുതിർന്ന ഒരു ഡയറക്ടർ, അത് മോഹൻകുമാറിനെ പോലെ ഒരാൾ അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഗോപാലിനെ അത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മലയാള സിനിമയുടെ ഭാഗ്യമാണ്. കലയോടുള്ള ഏറ്റവും വലിയ ബഹുമാനമാണ്, ആദരവാണ്. ഇങ്ങനെ അധികം നാൾ ജീവിക്കുന്നത്. ഈ ഏറ്റവും വലിയ നമ്മുടെ മുമ്പ് തന്നെ എത്രയോ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഈ പ്രകാശമുണ്ട്. ഏതെല്ലാം എണ്ണയിൽ നിന്നൊക്കെ നമ്മൾ പ്രകാശം, വിളക്കുകൾ നമ്മൾ കൊളുത്താറുണ്ട്. പക്ഷെ ദേവനെ പൂജിക്കണമെങ്കിൽ കർപ്പൂരത്തിന്റെ ജീവൻ തന്നെ വേണം. പക്ഷെ കർപ്പൂരത്തിന്റെ ആയുസ് കുറവാണെന്ന് നമുക്ക് തോന്നും. ഏറ്റവും കുറച്ച് പ്രകാശം തന്നിട്ട് ഇത്രയും വലിയ ദിവ്യമായ പ്രകാശം തരുന്ന കർപ്പൂരത്തിന്റെ ആയുസാണ് ഏറ്റവും കുറവ്. പക്ഷേ കർപ്പൂരം മരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ ഇല്ല. വീണ്ടും കത്തിക്കപ്പെടുന്നു, വീണ്ടും പ്രകാശിക്കുന്നു, വീണ്ടും ദേവനെ പൂജിക്കുന്നു, നാമ തൊട്ട് കണ്ണിൽ വയ്ക്കുന്നു. മറ്റേ ഈ ഇലക്ട്രിക് ലൈറ്റൊന്നും തൊട്ട് നമ്മൾ കണ്ണിൽ വയ്ക്കാറില്ല. അതുപോലൊരു ജീവിതം, മഹത്തായ ജീവിതം, അതിനെ തിരശ്ശീലയിലേക്ക് പകർത്താൻ ഉള്ള മനസ്സുന്ന ഹരികുമാറിന്റെ കൂടെ ധാരാളം പടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യം വളരെ നല്ലപോലെ പഠിച്ചിട്ട്, നല്ലപോലെ ബുദ്ധിമുട്ടിയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഡയറക്ടറല്ല. വെറുതെ ഒരു സിനിമ പിടിക്കണം എന്ന് പറഞ്ഞ് ഒരിക്കലും ഹരികുമാർ ഇറങ്ങാറില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോഴൊക്കെ എൻ്റെ ആ ഒരു ക്രിയേറ്റീവ് എന്താ പറയുക, ജസ്റ്റ് എന്തൂസിയാസം, അത് പഠിക്കാനുള്ള, ചെയ്യാനുള്ള, അതിനെ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹം, ആ ഉള്ളിൽ നിന്ന് വരുന്ന മോഹം, അത് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹരികുമാറിന് ഞാൻ എല്ലാ മംഗളങ്ങളും നേരുന്നു.
എന്നെ ഇവിടെ ക്ഷണിച്ചത് തന്നെ ഏറ്റവും വലിയ എന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വലിയൊരു ആദരവായിട്ട്, സ്നേഹമായിട്ട്, ബഹുമാനമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങളുടെ ഒക്കെ മുമ്പിൽ വെച്ച് എനിക്ക് ഈ അവസരം, ഈ ദീപം കൊളുത്തിയിട്ട് ഇത് ആരംഭിക്കാനുള്ള ഒരവസരം എനിക്ക് തന്നതിന് ഞാൻ ഹരികുമാറിനോടും ഇതിന്റെ എല്ലാ വിഷ്ണുഗോപാലിനോടും ബാക്കി എല്ലാവരോടും തന്നെ ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി നമുക്കൊക്കെ ഈ പടത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കൂടെ അവരുടെ കൂടെ ഉണ്ടാവും. ക്ലിന്റ് മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എന്ന് ഈ ലോകം മുഴുവൻ എന്ന് ജീവനോടെ ഇരിക്കും എന്ന് ഈ ചിത്രം സ്ഥാപിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികയുടെ പേര് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊള്ളുന്നു. നന്ദി, നമസ്കാരം എല്ലാവർക്കും.